ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൂർത്തീകരിച്ച് CPM 26-ാം തീയതി ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. പക്ഷേ വടകരയിൽ മത്സരിക്കാൻ പോകുന്നത് KK ശൈലജ തന്നെയാണ് എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ KK രമയുടെ ഒരാവശ്യമുണ്ട് രാഷ്ട്രീയത്തിൽ. അവരുടെ ആ രാഷ്ട്രീയ ആവശ്യം ചിലപ്പോൾ ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വടകരയിൽ മത്സരത്തിനിറങ്ങുമ്പോൾ TP വധത്തെക്കുറിച്ചുള്ള അഭിപ്രായം പരസ്യമായി പറയാൻ KK ശൈലജ തയ്യാറാകണം. TPയെ കൊന്നത് ശരിയാണോ, TP 51 വെട്ടുവെട്ടിക്കൊന്നത് ശരിയാണോ എന്ന് KK ശൈലജ പറയണം. അതിൻ്റെ ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് KK രമ പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം, രാഷ്ട്രീയപരമായിട്ട് അത് ശരിയാണ്. KK രമയുടെ ആവശ്യം, ആ ആവശ്യത്തിന് കൃത്യമായ മറുപടി നൽകുവാനുള്ള ബാധ്യത KK ശൈലജയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ KK ശൈലജ അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് KK രമയും ആവശ്യപ്പെടുന്നത്. ശരിയല്ലേ? ഹൈക്കോടതി വരെ പാർട്ടി സഖാക്കൾ തന്നെയാണ് TP ചന്ദ്രശേഖരനെ കൊന്നത് എന്നുള്ള വസ്തുതയിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വടകരയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് തീപാറുന്ന പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എത്രയൊക്കെ തീപാറുന്ന പോരാട്ടം നടത്തിയാലും സ്വന്തം മണ്ണിൽ കൂടെ പിറന്നവനെ, കൂട്ടുനിന്നവനെ, അണിയായി നിന്നവനെ, സഖാവായിട്ട് നിന്നവനെ വെട്ടിക്കൊലപ്പെടുത്താൻ കാണിച്ച ഒരു ചേതോ വികാരമുണ്ടല്ലോ, ആ ചേതോ വികാരം എന്താണ് എന്ന് വടകരയിലെ ജനങ്ങളോട് തുറന്നു പറയണമെന്ന് KK ശൈലജയോട് ആവശ്യപ്പെടുകയാണ് KK രമ. KK രമയുടെ ആ വാദത്തിനെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. എന്തിനാണ് TP ചന്ദ്രശേഖരനെ കൊന്നത് എന്ന് പാർട്ടി പറയേണ്ടതുണ്ട്, പാർട്ടിക്കാർ പറയേണ്ടതുണ്ട്, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും പറയേണ്ടതുണ്ട് എന്ന് KK രമ പറഞ്ഞാൽ പറയുക തന്നെ വേണം. കുഞ്ഞനന്ദൻ അടക്കമുള്ളവരുടെ മൊഴികളും സാക്ഷിവിസ്താരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകിയത്, ഹൈക്കോടതി വരെ ആ വിധിയെ ശരിവെച്ചത്. പക്ഷേ ഇന്നും KK രമ പറയുന്ന പോലെ യഥാർത്ഥ പ്രതികളിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥ പ്രതികളെന്ന് പറയപ്പെടുന്ന കുഞ്ഞനന്ദനിൽ അവസാനിക്കുന്നവരല്ല എന്ന് പറയപ്പെടുന്ന KK രമയുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. യഥാർത്ഥ പ്രതികൾ അതിന് മുകളിലുള്ളവരാണ്. വളരെ ഉന്നതരായിട്ടുള്ള സഖാക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി തീർത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് KK രമ വിശ്വസിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ഭൂരിപക്ഷ വരുന്ന ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ വടകരയിൽ മത്സരത്തിനിറങ്ങുന്ന KK ശൈലജയ്ക്ക് KK രമയുടെ വാക്കുകൾക്ക്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നെ പോകാൻ കഴിയൂ. കൊന്നത് CPM ആണ്, കൊല്ലിച്ചതും CPM ആണ് എന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സഖാവ് KK ശൈലജ പറയേണ്ടത്, TP ചന്ദ്രശേഖരനെ കൊന്ന വടകരയുടെ മണ്ണിൽ നിന്ന് ജനങ്ങളോട് നിങ്ങൾ സംവദിക്കേണ്ടത്, നിങ്ങൾ പറയേണ്ടത് TP ചന്ദ്രശേഖരനെ കൊന്നത് CPM ആണ് എന്ന് തന്നെയാണ്. പക്ഷേ അതിനുള്ള കരുത്തും മാർജവവും നിങ്ങൾക്കുണ്ടോ? അങ്ങനെ പാർട്ടി എന്ന് പറയപ്പെടുന്നത് മനുഷ്യനെ വെട്ടിക്കൊല്ലാനുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലം കൂടി ഉണ്ട് എന്ന് KK ശൈലജ മറന്നു പോകരുത്. ശൈലജയ്ക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മനുഷ്യത്വം എന്ന് പറയപ്പെടുന്നത് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ തുറന്നു പറയാൻ കഴിയുമായിരിക്കാം. തെറ്റായിരുന്നു സംഭവിച്ചത് എന്നും TP ചന്ദ്രശേഖരനെ വധിച്ചത് തെറ്റായിരുന്നുവെന്നും കൊന്നതും CPM, കൊല്ലിച്ചതും CPM എന്നുള്ളത് വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ KK ശൈലജയ്ക്ക് പറയാൻ പറ്റിയേക്കും. പക്ഷെ പറയില്ല. കാരണം പാർട്ടിയെ ഭയന്ന്, പാർട്ടിയുടെ നേതാവിനെ ഭയന്ന്, പിണറായിയെപ്പോലുള്ളവരെ ഭയന്നുകൊണ്ട് KK ശൈലജയ്ക്ക് ഒരു വാക്കുമിണ്ടാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഈ KK രമ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടായിരിക്കില്ല വടകരയിൽ വോട്ട് നേടാൻ പോകുന്നത്. പകരം മൗനിയായി നിന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക. പക്ഷേ TP ചന്ദ്രശേഖരനെ കൊന്നതെന്തിന് എന്നുള്ള ചോദ്യത്തിന് സഖാക്കളിൽ സഖാവായിട്ടുള്ള KK രമ മറുപടി പറയേണ്ടതുണ്ട്. മാത്രമല്ല, കൊന്നതും കൊല്ലിച്ചതും CPM എന്ന് പറയുമ്പോൾ ആ കൊന്നതിന് പിന്നിലെ യഥാർത്ഥ ഉത്തരവാദി, ഈ തിരശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കുറ്റക്കാരൻ, യഥാർത്ഥ ക്രിമിനൽ, യഥാർത്ഥ പ്രതി അത് ആരാണെന്ന് പറയണം. അത് ഏത് നേതാവാണെന്ന് പറയണം. അത് പിണറായിയാണോ അല്ലെങ്കിൽ പിണറായിക്കപ്പുറം വേറെ ഏതെങ്കിലും നേതാക്കളുണ്ടോ എന്ന് വരെ പറയേണ്ടത് KK ശൈലജ തന്നെയാണ്. കാരണം വടകര എന്ന് പറയപ്പെടുന്ന മണ്ണ് TP ചന്ദ്രശേഖരൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ്. അവിടെ നിങ്ങൾ ആ സത്യം വിളിച്ചു പറയുക തന്നെ വേണം. ശ്രീ KK ശൈലജ, ആർജവമുണ്ടാകട്ടെ നിങ്ങൾക്ക്. നിങ്ങളുടെ പാർട്ടി ചെയ്തത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാനുള്ള മനസ്സുണ്ടാകട്ടെ നിങ്ങൾക്ക്. നിങ്ങൾ KK രമ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീര് കൂടി കാണുക.